ഋഷി ഭരിക്കുന്നു, തരക്കേടില്ലാതെ ഭരിച്ചു, രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചു നിർത്തി. പക്ഷേ എപ്പോഴും ഋഷിയാണ്, ഹിന്ദുവാണ്, ഇന്ത്യൻ വംശജനാണ്, കുടിയേറ്റക്കാരനാണ്. ഇത് ഭൂരിപക്ഷം വരുന്ന വെള്ളക്കാർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം. മറുഭാഗത്ത് ബ്രിട്ടീഷുകാർക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇവർ ഭയങ്കര ചിരി കാണിക്കും, ഭയങ്കര കെട്ടിപ്പിടിക്കും, ഉള്ളുകൊണ്ട് ഇവർക്ക് ഒരു പുച്ഛമാണ്. ഞങ്ങൾ അടക്കി ഭരിച്ചിരുന്ന അങ്ങനെ മൊത്തത്തിൽ അല്ലെങ്കിൽ അവർക്കൊരു സൂപ്പർ കോംപ്ലക്സ് ഉണ്ടല്ലോ. അവർ കാണുമ്പോൾ ഭയങ്കര സ്നേഹം എവിടെ കാണാലും ഭൂരിപക്ഷം പേർക്കും ഉള്ളിൽ വംശീയതയുള്ളവരാണ്. വെളി നിയമശക്തമായതുകൊണ്ടും പൊളിറ്റിക്കലി കറക്റ്റ് ആവുകൊണ്ടും ചെയ്തിരുന്നതുകൊണ്ടും അപ്പോൾ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പം ഈവൻ ഋഷി സുനക് ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായി വോട്ടെടുപ്പിലൂടെ ആണെങ്കിൽ ജയിക്കത്തില്ല. ഇതാ രണ്ടാമത് വന്നതിൽ കയറി പോയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് സുനക് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. സ്വാഭാവികമായും സുനക്കിന്റെ മുമ്പിൽ തോൽവിയേ ഉള്ളൂ. കാരണം വെള്ളക്കാർ വോട്ട് ചെയ്യാൻ വളരെ കുറച്ച് പേര് വോട്ട് ചെയ്യും.